എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്തിടെ കോട്ടയം ഏറ്റുമാനൂർ ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനിക്കും 2 കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതികരണം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലെ ഒരു കണ്ണിയായിക്കൊണ്ട് ഞാനും അതിനെതിരെ ആ 3 ആത്മാക്കൾക്ക് നീതി ലഭിക്കണം എന്ന് അതിശക്തമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനകത്തെ കുറ്റക്കാരായിട്ടുള്ള പലരും ഉണ്ടാവാം. എങ്കിലും 1, 2, 3 സ്ഥാനത്തുള്ളവർ അത് വ്യക്തമായിട്ട് പൊതുസമൂഹത്തിന് ബോധ്യമാണ്. പ്രത്യേകിച്ച് തൊടുപുഴ ചുങ്കഭാഗത്തുള്ളവർക്കത് ബോധ്യമാണ്. 1ാമത്തെ കുറ്റക്കാരനായിട്ട് ഭർത്താവായ നോബിയെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ആ നോബിയുടെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന ഒരു കള്ളപ്പാതിരിയാണ് ഇതിലെ നമ്പർ 1 കുറ്റക്കാരൻ. അത് എല്ലാവർക്കും തന്നെ അറിവുണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്മ, ഈ നോബിയുടെയും ബോബിയുടെയൊക്കെ അമ്മ, അവരും നല്ലൊരു തെറ്റുകാരി തന്നെയാണ്. ഇവർ 3 പേരുമാണ് ഇതിലെ ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നവർ. അതുകൂടാതെ സ്വാഭാവികമായിട്ടും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ജ്ഞാനായ സഭയ്ക്ക് വന്നിരിക്കുന്ന കുറ്റവും പിന്നെ ഷൈനിയുടെ സ്വന്തം കുടുംബത്തിലെ ചില പുഴുക്കുത്തുകളുണ്ട്. അത് ഷൈനിയുടെ അപ്പനെയൊക്കെ പലരും പഴിക്കുന്നവരുണ്ടെങ്കിൽ പോലും അയാളൊക്കെ ഒരു സാധു മനുഷ്യനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അയാൾ ഇവരുടെയൊക്കെ കയ്യിലെ ഒരു ആയുധമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് സഭയുടെ കയ്യിൽ. സഭ ഈ കാര്യത്തിനകത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു സഭയാണ്. കാരണം ഈ സഭ എന്നത് ക്രിസ്തീയ സഭയാണ്. ക്രിസ്തീയ സഭയുടെ വിശ്വാസവും അതിൻ്റെ മുൻപോട്ടുള്ള പ്രയാണവും തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി പോവുകയല്ല ചെയ്യേണ്ടത്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ക്രിസ്തു അനീതിക്കെതിരെ പൊരുതിയാണ് മരണം വരിച്ചത്. ക്രിസ്തുവിന് ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കൊലപ്പെടുത്തിയത് പോലും അന്നത്തെ ഒരു പുരോഹിത വർഗമാണ്. അത് നമ്മൾ എപ്പോഴും എടുത്തു കാണേണ്ടതാണ്. ആ പുരോഹിത വർഗത്തിൻ്റെ ഇന്നും അവശേഷിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് ഈ ബോബി ചേരിയിൽ എന്ന കള്ളപ്പുരോഹിതനെ ക്രിസ്തീയ വിശ്വാസികൾ കാണേണ്ടത്. ഈ ലോകത്തുള്ള എല്ലാ ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തീയ മതവും ക്രിസ്തീയ സഭകളിലെ എല്ലാ സന്യാസിനിമാരും അത് പ്രത്യേകം എടുത്തു കാണണം. അവരാണ് ഇതിനകത്ത് മുൻപന്തിയിൽ വരേണ്ടത്. ഈ ബോബി ചേരിയിൽ എന്ന വ്യക്തിയെപ്പോലുള്ളവർ എല്ലാ ക്രിസ്തീയ സഭകൾക്ക്, എല്ലാ ക്രിസ്തീയ സന്യാസിനികൾക്ക് എന്നും അപമാനമാണ്. അതുകൊണ്ട് അത്തരക്കാരെ സഭകളിൽ നിന്നും പുറത്താക്കാനും അതുപോലെ തന്നെ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളാനും എല്ലാവരും പ്രതികരിക്കുക. എത്രയും പെട്ടെന്ന് ഈ ബോബി ചേരിയലിനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ അവരുടെ അമ്മയെയും ഇതിനകത്ത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ഗാർഹിക പീഡന നിരോധന നിയമം അതിശക്തമായി നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ആ നിയമം പ്രാവർത്തികമാക്കാനായിട്ട് നിയമ സംവിധാനവും സർക്കാർ സംവിധാനവും ഉണർന്നു പ്രവർത്തിക്കുക. പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കുക, ഉണർന്നു പ്രതികരിക്കുക. നമ്മുടെ എല്ലാവരുടെയും പിന്തുണ ആ ഷൈനിക്കും 2 കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്കും എന്നേക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം അതിശക്തമായ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, എന്നും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.